പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് 43 വർഷത്തെ സേവന പാരമ്പര്യവുമായി വടക്കാഞ്ചേരിയുടെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ജൈത്രയാത്ര തുടരുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ ബ്രാൻഡഡ് അരികൾ, പരിപ്പ്, വൻപയർ, ശർക്കര, പഞ്ചസാര തുടങ്ങി പലചരക്ക് സാധനങ്ങളും ബ്രാൻഡഡ് കറി പൗഡറുകളും പാലട മിക്സ്, പരിപ്പ്, പായസ മിക്സ് തുടങ്ങിയവയും ലഭിക്കുന്നു. കൂടാതെ എല്ലാവിധത്തിലുള്ള ബിരിയാണി അരികൾക്ക് ആവശ്യമായ ബ്രാൻഡഡ് ബിരിയാണി റൈസ്, സ്പൈസസ്, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് തുടങ്ങിയവയും പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. വാട്സ്ആപ്പ് കോൾ മതി സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. കോൺടാക്ട് 9238551902 94. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യപ്രകാശ്. വടക്കാഞ്ചേരി നഗരസഭയിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി അന്ന സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയിൽ നടത്തിയിട്ടുള്ള ലൈഫ് മിഷൻ തട്ടിപ്പ്, അതിൽ ബന്ധപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭയും അതുമായി ബന്ധപ്പെട്ട MLA-മാരും കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും ആരോപണ വിധേയരായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുകയാണ്. ഇന്നിതാ 3 സാമ്പത്തിക വർഷമായി സ്വാഭാവികമായിട്ടും 41 കൗൺസിലർമാരുള്ള വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ പോലും ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ യഥാർത്ഥ രൂപം ചർച്ച ചെയ്യാതെ മൂടിവെച്ച ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ SA ആസാദ്, 2020-21 കാലഘട്ടത്തിൽ, 21-22 കാലഘട്ടത്തിൽ, 22-23 കാലഘട്ടത്തിൽ, 23-24 കാലഘട്ടം വന്നു കഴിഞ്ഞു. മാർച്ച് കഴിഞ്ഞാൽ 24 കാലഘട്ടത്തിന്റെ ഓഡിറ്റ് വരേണ്ടതാണ്. പക്ഷേ ഈ 3 വർഷക്കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭയുടെ ജനറൽ കൗൺസിൽ എന്ന ആ കൗൺസിൽ യോഗത്തിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ചാൽ, നഗരസഭയെ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് എപ്പോൾ കിട്ടിയാലും ആ കിട്ടിയതിനു ശേഷം 60 ദിവസത്തിനുള്ളിൽ ജനറൽ കൗൺസിലിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഓഡിറ്റിലെ അപാകതകൾ, പലതും പരിഹരിക്കപ്പെടേണ്ട അപാകതകളുണ്ട്, എല്ലാം ആരോപണമായി ഞങ്ങൾ പറയുന്നില്ല, പലതും അപാകതകൾ പരിഹരിക്കപ്പെടേണ്ട റിപ്പോർട്ടുകൾ ഉണ്ടാകാം. അതാത് നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് ആ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നഗരസഭയുടെ അംഗീകാരത്തോടുകൂടി, ഭേദഗതികളോടുകൂടി, അതിൽ അഴിമതികളുണ്ടെങ്കിൽ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെടേണ്ടത്. മറിച്ച് ഈ 3 വർഷക്കാലം ഈ നഗരസഭയുടെ ചരിത്രം തന്നെ പറയുമ്പോൾ, ഈ നഗരസഭയുടെ ഈ 3 വർഷക്കാലത്തെ ഓഡിറ്റ് ജനമധ്യത്തിലോ ഞങ്ങളുടെ ജനറൽ കൗൺസിൽ യോഗത്തിലോ എത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സത്യമാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുന്നത്. അവിടെയും അഴിമതിക്കുള്ള കോപ്പ് കൂട്ടി, വാഹനങ്ങൾ വാങ്ങിക്കുന്നതിൽ അഴിമതി നടത്തി. അങ്ങനെ ഏത് കാര്യമെടുത്താലും അഴിമതിക്ക് പേരുകേട്ട, ഇപ്പൊ കരുവന്നൂർ ബാങ്ക് കേസിലും പേരുകേട്ട അതേ നഗരസഭ ഇപ്പൊ 6 കോടിയിൽ പരം രൂപയുടെ അഴിമതിക്കും ഇപ്പോൾ പേര് കേട്ടിരിക്കുന്നു. തീർച്ചയായും ഈ നഗരസഭയിലെ കൗൺസിലർമാർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്നും വടക്കാഞ്ചേരി നഗരസഭ എന്ന് പറയുമ്പോ, ഈ നാട്ടിൽ പുറത്തിറങ്ങി നടക്കുമ്പോ, രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോ ആളുകൾ അത് കളിയാക്കി ചോദിക്കുമ്പോ അതിന്റെ ഇൻസൾട്ട് സഹിക്കേണ്ടി വരുന്ന ആളുകളാ ഞങ്ങളൊക്കെ. അതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരിയുടെ പേരും നശിപ്പിച്ചതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ഈ നാട്ടിലെ LDF-ന്റെയും CPIM-ന്റെയും നേതാക്കളാണ്. അവർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് എന്ന കാര്യവും മറന്നു പോകരുത്. നഫീസ NM, കമലം ശ്രീനിവാസൻ, കോൺഗ്രസ് പ്രവർത്തകരായ ജയൻ മംഗലം, റോയ് ചിറ്റിലപ്പള്ളി, KK അബൂബക്കർ, ബിജു കൃഷ്ണൻ, വറീദ് ചിറ്റിലപ്പള്ളി, PS രാധാകൃഷ്ണൻ, ജോണി ചിറ്റിലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ